നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യാന്തര വിമാന സർവീസുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് ഡിസംബർ 31 വരെ നീട്ടിയ കേന്ദ്ര തീരുമാനത്തിൽ പ്രവാസികൾ നിരാശയിൽ. ലോക്ഡൌൺ പ്രഖ്യാപനത്തെ തുടർന്ന് മാർച്ചിലാണ് രാജ്യാന്തര വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇന്ത്യയിൽ നിന്നും തിരിച്ചുമുള്ള രാജ്യാന്തര വിമാന സർവീസുകൾക്കാണ് ഡിസംബർ 31 വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ തെരഞ്ഞെടുത്ത റൂട്ടുകളിലുള്ള സർവീസുകൾ തുടരുമെന്ന് DGCA അറിയിക്കുകയുണ്ടായി. ഇന്ത്യക്ക് പുറത്ത് കുടുങ്ങിയവരെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കുന്നതിനുള്ള വന്ദേ ഭാരത് ദൗത്യം അടക്കമുള്ളവയ്ക്ക് ഇത് ബാധകമാകില്ല. എന്നാൽ നിലവിൽ ഒമാനിൽ നിന്ന് കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് ഉയർന്ന ടിക്കറ്റ് നിരക്കുകളാണുള്ളത്. വിലക്ക് നീട്ടിയ സാഹചര്യത്തിൽ സാധാരണ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്ന കാര്യം ഇനി ജനുവരിയിലെ പരിഗണിക്കുകയുള്ളൂ. അതുവരെ എയർ ബബിൾ ധാരണ പ്രകാരമുള്ള സർവീസുകളും ഉയർന്ന ടിക്കറ്റ് നിരക്കുകളും ഡിസംബർ അവസാനം വരെ ഉണ്ടാകാനാണ് സാധ്യത. ഒക്ടോബർ ആദ്യത്തിലാണ് എയർ ബബിൾ ധാരണ പ്രകാരം ഇന്ത്യക്കും ഒമാനുമിടയിൽ വിമാന സർവീസുകൾ ആരംഭിച്ചത്. ഒരു വശത്തേക്ക് ആഴ്ചയിൽ 10,000 സീറ്റ് എന്നതായിരുന്നു തമ്മിലുള്ള ധാരണ എന്നത്. എന്നാൽ ഒമാനിലേക്ക് എത്തിയ യാത്രക്കാരിൽ കോവിഡ് ബാധിതർ കൂടിയതിനെ തുടർന്ന് പ്രതിവാര സീറ്റുകളുടെ എണ്ണം 5,000-ആയി അധികൃതർ കുറച്ചു. ഇതേ തുടർന്ന് സ്വകാര്യ വിമാന കമ്പനികളോട് സർവീസ് നിർത്തിവെക്കാൻ ഇന്ത്യൻ വ്യോമസേന മന്ത്രാലയം നിർദ്ദേശിക്കുകയും ചെയ്തു. ദേശീയ വിമാന കമ്പനികൾ മാത്രമാണ് നവംബർ 2ാം വാരം മുതൽ സർവീസ് നടത്തുന്നത്. ഇതിനുശേഷമാണ് വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഉയർന്നത്. അവധി ആഘോഷിക്കാനെത്തുന്ന ആളുകളുടെ എണ്ണം കൂടുതലായതിനാൽ തന്നെ ഡിസംബറിലും ഉയർന്ന നിരക്കുകളാണുള്ളതെന്ന് ട്രാവൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. ഇനി ജനുവരിയിലേക്ക് മാത്രം പ്രതീക്ഷിച്ചാൽ മതിയാകും. രോഗികളുടെ എണ്ണം കുറയുന്ന പക്ഷം എയർ ബബിൾ സീറ്റുകൾ ഇരട്ടിയാക്കാനുള്ള വിദൂര സാധ്യത മാത്രമാണുള്ളതെന്നും ഇവർ പറയുന്നു. ഉയർന്ന ടിക്കറ്റ് നിരക്ക് കൂടാതെ ക്വാറന്റൈൻ, കോവിഡ് പരിശോധനാ മാനദണ്ഡങ്ങൾ കൂടി കണക്കിലെടുത്ത് നാട്ടിലേക്ക് പോക്ക് നീട്ടിവെക്കാൻ പലരും തീരുമാനിച്ചു കഴിഞ്ഞു. ഉയർന്ന ടിക്കറ്റ് നിരക്ക് മൂലം കേരളത്തിലേക്കുള്ള പല വിമാനങ്ങളിലും ആളുകൾ കുറവാണെന്ന് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുന്നു. ആഴ്ചയിൽ 1-2 സർവീസുകൾ മാത്രമാണുള്ളത്. ആയതിനാൽ തന്നെ അടിയന്തര ആവശ്യങ്ങൾക്ക് പോകേണ്ടി വരുന്നവർക്ക് ഉയർന്ന ടിക്കറ്റ് നിരക്ക് നൽകാൻ തയ്യാറാണെങ്കിൽ പോലും വിമാനം കിട്ടാത്ത അവസ്ഥയും നിലവിലുണ്ട്. നിരക്ക് കുറവായതിനാൽ തന്നെ എയർ അറേബ്യയുടെ ഷാർജ വഴിയുള്ള കണക്ഷൻ വിമാനത്തിൽ നാട്ടിലേക്ക് പോകുന്നവരുമുണ്ട്. ഷാർജ വിമാനത്താവളത്തിലെ കാത്തിരിപ്പ് സമയമടക്കം 8-13 മണിക്കൂറുകൾ എടുത്താണ് ഇവർ നാട്ടിലെത്തിച്ചേരുന്നത്. മാത്രമല്ല, വിദേശത്ത് നിന്നെത്തുന്നവർക്ക് കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ക്വാറന്റൈൻ നിബന്ധന ഒഴിവാക്കണമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം കേരളത്തിലും നടപ്പിലാക്കണമെന്ന് പ്രവാസികൾ ആവശ്യമുന്നയിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.